ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ കാപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. തക്കാളി ചട്ടിനിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള, ഒരു തക്കാളി, എണ്ണയിൽ കടുകിടാൻ പാടില്ല കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ രീതിയിൽ കുറച്ച് മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിലേക്ക് ലേശം കായപ്പൊടി ഇട്ടിട്ട് പിന്നെ വേണയിൽ കുറച്ച് താളിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ താളിച്ചൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ അതേ മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചായക്കുള്ള കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചിന് മദ്രസയിൽ പോകുന്നത് കൊണ്ട് തന്നെ കാപ്പിയൊക്കെ കൊടുത്തിട്ട് അവളെ മദ്രസയിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. വന്നപ്പോഴത്തേക്കും നമ്മുടെ തണ്ണിമത്തങ്ങയുടെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് അടുക്കളത്തോട്ടം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. 2-3 തണ്ണിമത്തങ്ങയുടെ കാ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ എനിക്ക് കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇത് ചുണ്ടയ്ക്കാണ് കേട്ടോ. ചുണ്ടയ്ക്ക് ഒരു ചെറിയ തൈ ഉണ്ടായിരുന്നു. അത് മുറിച്ച് കളഞ്ഞപ്പോൾ ഉമ്മച്ചി ചുണ്ടയ്ക്കാൻ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഈ ചക്കക്കൂഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാവേ. അപ്പോഴേ ഇതിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇത് ഇറച്ചി മസാലയാണ് കേട്ടോ. ഗരം മസാലപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇറച്ചി മസാലയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ മീറ്റ് മസാല. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 അല്ലി കൊച്ചുള്ളി, അതുപോലെ വെളുത്തുള്ളി തീരെ കുഞ്ഞിതായതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ. വലുതാണെങ്കിൽ 2 അല്ലിയൊക്കെ മതിയേ. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക, ഒന്ന് ഒതുക്കി. അപ്പോൾ ഇത് ഒരുപാട് അരഞ്ഞു പോകാതെ ഞാനൊന്ന് ഒതുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും അതുപോലെ ചക്കക്കുഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു മാങ്ങ അങ്ങോട്ട് ചെത്തി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് വാപ്പാക്ക് കിട്ടിയിട്ടുള്ള പൂരമാങ്ങയാണ് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. പക്ഷെ കളറുണ്ടെങ്കിലും മധുരമില്ലായിരുന്നു കേട്ടോ. ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തോരനും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.